ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് അവർക്ക് സാധിക്കില്ല. 75-80 ആളുകൾക്ക് അവിടെ എത്തി ഒരു മൗണ്ടൻ ഹൈക്ക് ചെയ്ത് തിരിച്ചിറങ്ങി വരാൻ പറ്റുന്നു എന്ന് പറയുമ്പോഴാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും അത് സാധിക്കും, അല്ലെങ്കിൽ വി ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. മിസ്റ്റർ രഞ്ജിത്ത്, ഓൾ ഇന്ത്യ പാണ്ടയുടെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ താങ്കൾക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണലായി ലഭിച്ചിട്ടുള്ളൊരു കോംപ്ലിമെൻറ്റോ അല്ലെങ്കിൽ താങ്ക് യു മെസ്സേജ് എന്തായിരിക്കും? ഒത്തിരി പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ ഓടി വരുന്ന ഒരു കാര്യം, ഞങ്ങളൊരു യാത്ര, ഒരു ഗ്രൂപ്പ് ട്രിപ്പാണ്, അത് ബോസ്നിയയിലേക്കുള്ളൊരു യാത്ര. അപ്പോൾ ഒരു ഏകദേശം 40-45 പേരുള്ളൊരു ഗ്രൂപ്പിൽ കുറച്ച് പ്രായമുള്ള അമ്മമാരും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 75-80 ഇടയ്ക്ക് പ്രായമുള്ള അമ്മമാരാണ്. അവരൊരു ചെറിയ ഗ്രൂപ്പായിട്ട് ദുബായിൽ നിന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത. അപ്പോൾ വളരെ രസകരമായിട്ട് യാത്ര പോകുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ഹൈക്കിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു മൗണ്ടൻ ഹൈക്കിങ്. അപ്പോൾ അവിടെ മൗണ്ടൻ്റെ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്കത് എത്തിപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അപ്പം നിങ്ങൾ പോയിട്ട് പോരെ, ബാക്കിയല്ലല്ലോ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ 4-5 പേര് തീരുമാനിച്ചു, നമ്മൾ ഓരോരുത്തരും ഓരോ അമ്മമാരെ ടേക്ക് കെയർ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ അമ്മയായിട്ട് ഞാൻ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മേനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും, അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ അമ്മമാരെ നമ്മളെ കൈപിടിച്ച് ഈ ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട് ആ ഒരു മൗണ്ടൻ്റെ ഹൈക്കിങ്. അപ്പം അവിടെ ചിലപ്പോൾ ഈ ഒരു 3 മണിക്കൂറും കൊണ്ടൊക്കെ മൊത്തം തീർക്കാവുന്ന ഹൈക്കിങ് അന്ന് ഞങ്ങൾ തീർത്തത് ഏകദേശം ഒരു 6 മണിക്കൂർ 7 മണിക്കൂറോളം എടുത്തത്. അതായത് 100 മീറ്റർ ദൂരം നമ്മൾ നടക്കും, അവർക്ക് ഒന്ന് ഇരിക്കണം, ഒന്ന് റെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ കല്ലുകളും ഒക്കെയുള്ള ഉരുളും കല്ലുകളൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പം അവിടെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടൊരു ഇമോഷണലി ഒരു ഹൈ ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യമായിരുന്നു. അവരെ ആ മൗണ്ടൻ്റെ ഒരു പീക്കിലെത്തിച്ച സമയം. പ്ലസ് അതിന് ശേഷം അവരെ സേഫായിട്ട് താഴെ എത്തി ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്നൊരു സന്തോഷം, അവരെ എക്സ്പ്രസ് ചെയ്ത ഒരു സന്തോഷം. കാരണം അതൊരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല അവർക്ക് ആ ഒരു മൗണ്ടൻ്റെ മുകളിൽ കയറാൻ പറ്റുന്നു, ആ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റുന്നു, ആ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ഒരിക്കലും സാധിക്കില്ലെന്ന് തോന്നിയൊരു കാര്യമായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ അവരുടെ കൂടെ നിന്ന് അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്തപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തു. ആ ഒരു എഫേർട്ട് ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മളുടെ യാത്രകളെ മനോഹരമാക്കുന്നത്. അല്ലെങ്കിൽ സാധാരണഗതി നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെല്ലാവുന്ന സ്ഥലങ്ങളിൽ മാത്രം പോയി കണ്ട് തിരിച്ചു വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് വെരി സ്പെഷ്യൽ.